സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാതെ പുറത്തൊക്കെ പോയി സ്കിന്നൊക്കെ ഡള്ളായിട്ടിരിക്കുന്നവരാണ്, ഭയങ്കര ടാൻ അടിച്ചൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞിരുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളതുപോലെ തന്നെ ഒരുപാട് യാത്രകളൊക്കെ പോയി നമ്മൾ എത്ര തന്നെ ഓക്കെ ആയിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്താൽ പോലും യാത്രകളെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും ഒരു യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡായിരിക്കും, നമ്മൾ സ്കിന്നിന് ഭയങ്കര ടയേർഡായിരിക്കും, അതുപോലെ തന്നെ ഭയങ്കര ഒരു ഡള്ളായിരിക്കും അല്ലേ. നമ്മളെ ബോഡിക്ക് അതുപോലെയാണ്, അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിനും അതുപോലെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു റീഫ്രഷ്മെൻറ്റ് വേണം, നമ്മളുടെ ആ ഒരു ഡൾനെസ്സൊക്കെ മാറ്റി അതുപോലെ തന്നെ ടാനൊക്കെ മാറ്റി ഒരു ക്ലിയർ സ്കിൻ ടോൺ അണ്ണീവണൊക്കെ മാറ്റി എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മളുടെ കുക്കുംബർ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്ന രീതിയിൽ മാത്രം ട്രൈ ചെയ്യുക. സൂപ്പറായിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പോഴും യാത്രകളിലൊക്കെ നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് സ്കിൻ കെയർ ഫോളോ ചെയ്യാൻ പറ്റും, ചില സമയത്ത് നമുക്കത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കില്ല, അയ്യോ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ സ്കിന്നൊക്കെ ഭയങ്കര ഡള്ളായി പോയല്ലോ എന്നൊക്കെ വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ പല ആൾക്കാരും എന്നോട് പറയാറുണ്ട്, ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന ദൂരെയൊക്കെ ഇരിക്കുന്നവർ നാട്ടിൽ വന്നു, നാട്ടിലത്തെ വെയിലൊക്കെ കൊണ്ട് ഞാൻ അതിനുശേഷം കറുത്ത് പോയി എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. നമുക്ക് പെട്ടെന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നു, അത് മാത്രമല്ല ചിലർ പറയും പെട്ടെന്ന് എന്തോന്നറിയില്ല സ്കിൻ നല്ല സ്കിന്നായിരുന്നു, ഒരു കുഴപ്പമില്ല, പക്ഷെ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് മൂലം പെട്ടെന്ന് സ്കിൻ ഭയങ്കര ഡള്ളായി പോയി എന്നൊക്കെ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്ന പോലെ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി, നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്കിന്ന് ചെയ്ത് കാണിക്കുവാണ്. ക്യുക്കമ്പർ വെച്ച് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പാക്കാണെങ്കിലും എന്ത് ചെയ്യുവാണെങ്കിലും ഫേസ് ആദ്യം ക്ലെൻസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. ക്ലെൻസ് ചെയ്യുന്നത് വെച്ചാൽ ഫേസ് വാഷ് ചെയ്യുക, നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഡീപ്പ് ക്ലീനിങ്ങിനെയാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ക്ലെൻസിങ്ങിനായിട്ട് നമ്മളുടെ സ്വന്തം നാൽപ്പാമരത്തെ മിൽക്ക് ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മാം ഇത് മാമിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മാത്രം എടുത്ത് ചെയ്യണോ എന്നൊന്നും ചോദിക്കരുത്. കാരണം ഞാനിപ്പോൾ ക്ലെൻസിങ്ങിനായാലും എല്ലാറ്റിനും നമ്മൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത്രയും ഇത് ഉപയോഗിച്ചവർ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ പോലും പറയണേ, അത്രമാത്രം റിസൾട്ടാണ് നമ്മളുടെ ഈ ക്ലെൻസറിന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നാൽപ്പാമരതി മിൽക്ക് ക്ലെൻസറാണ് കേട്ടോ. ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ, ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മസാജ് ചെയ്യാനായിട്ട്. നെക്കിലും കൂടി നമ്മൾ അപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യുവാണ്. പക്ഷെ നല്ല രീതിയിൽ ഫേസിലേക്ക് കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ വെറുതെ പ്ലെയിൻ വാട്ടർ കൊണ്ട് ഒന്ന് വാഷ് ചെയ്യാം. നമുക്കിതിൽ ഓയിലിൻ്റെ അംശം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാട്ടറിൽ വെള്ളത്തിൽ മുഖമൊന്ന് കഴിയാൽ മതി. നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്തു എന്നുള്ള ഒരു ഫീലേ നമ്മളുടെ ഫേസിൽ ഉണ്ടാവത്തില്ല. ആ ഒരു മാജിക് ഓയിലിൽ നിന്നാണ് ഞാനത് പറയുന്നത് കേട്ടോ. കാരണം അത്രയും ഒരു മാജിക്കാണ് നമ്മുടെ സ്കിന്നിൽ സംഭവിക്കുക. കാരണം അപ്പോൾ തന്നെ നമ്മൾ സ്കിൻ ടെക്സ്ചറെല്ലാം തന്നെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും, അണ്ണീവണെല്ലാം തന്നെ ഭയങ്കരമായിട്ട് ഈവൺ സ്കിൻ ടോണിലേക്ക് വരും. അതിന് ശേഷമാണ് ഇനി നമ്മളുടെ ക്യൂക്കമ്പർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ക്യൂക്കമ്പർ എടുക്കുക, ഒന്നും ചെയ്യേണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ച് ഇതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കി വെക്കുക കേട്ടോ. ഇത് ഞാൻ മുഴുവനും നമ്മളുടെ ഐസ് ട്രേക്കകത്ത് ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ എടുക്കാം, പേസ്റ്റാക്കി വെക്കാം. അതിന് ശേഷം കുറച്ച് നമുക്ക് ഇതുപോലെ നമ്മുടെ ഐസ് ട്രേക്കകത്ത് ഒഴിച്ച് വയ്ക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിക്കുക, ഇത് ഐസ് ട്രേക്കകത്ത് ഒഴിച്ച് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഈ ആദ്യം അടിച്ച ഈ ഒരു ക്യുക്കമ്പർ കുറച്ച് ട്രേക്കകത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചെങ്കിലും നമ്മൾ കയ്യിൽ നമ്മുടെ ഫേസിന് ആവശ്യമുള്ള വയ്ക്കുക. ഇത് നല്ല രീതിയിൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് കൊടുക്കാം. ക്യുക്കമ്പർ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഒന്ന് സ്കിന്നിന്
മസാജ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മളുടെ സ്കിൻ ടെക്സ്ചർ മാറും, അതുപോലെ തന്നെ അണ്ണിമണൊക്കെ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരു 2 to 3 മിനിറ്റ് ടൈം എടുത്ത് മസാജ് കൊടുക്കുക കേട്ടോ. നമുക്ക് വീഡിയോയിൽ ഒരുപാട് സമയം കിട്ടാത്ത കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യുന്നു. നിങ്ങളൊരു 3 അല്ലെങ്കിൽ 3 to 5 മിനിറ്റ് ടൈം എടുത്തൊന്ന് മസാജ് ചെയ്താൽ മതിയേ. എപ്പോഴും നമ്മൾ ഫേസിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒപ്പിയെടുക്കണം കേട്ടോ. ഫേസ് ഒരിക്കലും ഇങ്ങനെ റഫായിട്ടൊന്നും യൂസ് ചെയ്യരുതേ. ഇതുപോലെ ഫേഷ്യൽ ടിഷ്യൂ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കുക വെള്ളാപ്പഴം. അതിനുശേഷം നമ്മൾ ഐസ് ക്യൂബ്, നമ്മളുടെ ക്യൂക്കമ്പർ ഐസ് ക്യൂബ് ഉണ്ടല്ലോ, അതുകൊണ്ട് നന്നായിട്ടിങ്ങനെ മസാജ് കൊടുക്കാം. കാരണം ഇത് നമ്മൾ അത്രയും തണുപ്പിച്ച് ഐസ് ക്യൂബ് ആകുമ്പോൾ ഇത് ഒരു ടോണറായിട്ടും കൂടെ വർക്ക് ചെയ്യും. ഇതിനകത്ത് വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. കണ്ണിൻ്റെ അടിയിൽ ഡാർക്ക്നെസ് ഉള്ളവർക്കൊക്കെ ഭയങ്കര റിസൾട്ടാണ്. ഡാർക്ക് സർക്കിളിലൊക്കെ ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ അടിയിലെല്ലാം നല്ലതുപോലെ വെച്ച് കൊടുക്കുക. ആ ഒരു തണുപ്പും എല്ലാം കിട്ടുമ്പോൾ തന്നെ ഭയങ്കര ഒരു നമുക്ക് തന്നെ തോന്നും ഭയങ്കര ഒരു റിഫ്രഷ്മെൻറ്റ്, നല്ല രസമായിരിക്കും. അതും യാത്രകളൊക്കെ പോയിട്ട് വന്നാൽ ഭയങ്കര രസമാണ് കേട്ടോ ഇത് ചെയ്താൽ. വാവ്, ഭയങ്കര സൂപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര നൈസായിട്ടുണ്ട്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഈ നെറ്റിയിലൊക്കെ ടാനൊക്കെ ഉള്ളവർ അതൊക്കെ നല്ല റിസൾട്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക്നെസ്സും അതൊക്കെ മാറാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ പാക്കുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടും കാര്യമില്ല. ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, സ്കിൻ കെയർ മസ്റ്റാണ്. സ്കിൻ കെയറിന് അതിൻ്റേതായ സ്കിൻ കെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. സ്കിൻ കെയറിൻ്റെ കൂടെ നമ്മളിതെല്ലാം ചെയ്തു പോകാം. അപ്പോൾ സ്കിൻ കെയർ പ്രോപ്പറാക്കൂ. ക്ലെൻസ്, ടോൺ, മോയ്സ്ചർ ഇതെല്ലാം നിർബന്ധമായിട്ടും ചെയ്യണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മളുടെ 3 മാസത്തെ പേഴ്സണൽ ഗൈഡൻസ് എടുക്കാം. അതിലൂടെ നമുക്ക് ആ ഒരു നമ്മുടെ സ്കിന്നിൻ്റെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നം അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു റൊട്ടീനിലൂടെ നമുക്കിത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. വാവ്, സൂപ്പറായിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ. അതിവിടെ എല്ലാം ഐസ് കൊടുത്തപ്പോൾ കണ്ടോ ഒരു പിങ്കിഷ് ടോണായി. അപ്പം ഇത് പാക്കായിട്ട് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് നിർത്തി വയ്ക്കാം. ഈ തണുപ്പും ഈ കൂളോട് കൂടിയിട്ട് ഇങ്ങനെ നിർത്താം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതിൻ്റെ ബാലൻസ് ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ്സും കൂടെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ ഭയങ്കര റിസൾട്ടായിരിക്കും. നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ചെയ്യുമ്പോഴും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ റിസൾട്ടും അത് കിട്ടുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫേസ് ഒന്ന് ക്ലിയർ ചെയ്യാം. നമ്മളുടെ നാൽപ്പാമരാതി മിൽക്ക് ക്ലെൻസർ 850 രൂപയാണ് കേട്ടോ. ഓർഡർ ചെയ്താൽ നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. കാരണം ഉപയോഗിച്ചവർ തന്നെ വീണ്ടും മേടിച്ച് 1 2 പ്രാവശ്യം ഉപയോഗിച്ച് നോക്കുമ്പോഴേക്ക് തന്നെ അടുത്ത ഓർഡർ 2 3 ബോട്ടിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അത് കാരണം അത് ഭയങ്കര മാജിക്കാണ്. ഒരു 1 ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിത് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓർഡർ ചെയ്യാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ പേഴ്സണൽ ഗൈഡൻസ് വേണമെന്നുള്ളവർക്കും നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഗൈഡൻസ് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക. നമ്മളങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യും. നോക്കൂ എത്ര ക്ലിയർ ആയിരിക്കും. ഭയങ്കര സന്തോഷം കേട്ടോ. ഇനി ഇതിന് മേളിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ അത് പാക്കായിട്ട് ഒരു 10 മിനിറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോയിട്ടും ഈ ചൂടൊക്കെ കൊണ്ട് വന്ന് കരുവാളിച്ച ഫേസൊക്കെ മാറി ഒരു ക്ലിയർ നമ്മളുടെ ടാൻ എല്ലാം മാറ്റി ഒരു ക്ലിയർ ഫേസ് നമുക്ക് കിട്ടും കേട്ടോ. ഭയങ്കര റിസൾട്ടാണ്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് അറിയിക്കണം ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും പറയണം കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാലൻസ് ഉണ്ട് അത് നമുക്ക് ഒന്നും കൂടി
ഇതിന് മേളിൽ പാക്കായിട്ട് അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി അപ്ലൈ ചെയ്തോളൂ, നല്ലത്. അതുകൊണ്ട് ഒരു മോശമില്ല. അപ്പോൾ ആദ്യം മസാജ് ചെയ്തു, പിന്നെ നമ്മൾ ടോണർ വെച്ച് നമ്മൾ ഐസ് ക്യൂബ് വെച്ച് മസാജ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മളിത് പാക്കായിട്ടും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയറായി നമ്മൾ സ്കിൻ്റെ അണ്ണിവണെല്ലാം മാറി ക്ലിയർ സ്കിൻ കിട്ടും. അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ഓയിലി സ്കിന്നിനും എല്ലാ സ്കിൻ ടൈപ്പിനും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് നിർബന്ധമാണ്, അപ്പോൾ അത് വേണം. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. കാരണം പല ആൾക്കാരും വീഡിയോസ് ഒത്തിരി പേര് കാണുന്നുണ്ട്. അപ്പോൾ എത്ര പേര് കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണം ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വീഡിയോസിലൂടെ അപ്ഡേറ്റ് ചെയ്ത് തരും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എൻ്റെ ഫേസ് നോക്കൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം നല്ലപോലെ ക്ലിയറായി. ആക്ച്വലി ഞാൻ ഇതിപ്പോൾ പുറത്തുനിന്ന് വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു റിസൾട്ടും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഫേസ് സൂപ്പർബായി. അപ്പോൾ നമ്മളുടെ ക്ലെൻസർ ഒന്നും പറയാനില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾ മേടിച്ചിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്തോളൂ എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ടോ. നൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ.